കല്യാൺ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് ഇന്ന് സ്ഥാനമേൽക്കുമ്പോൾ ഈ അനുഗ്രഹീത നിമിഷത്തിൽ പങ്കുകൊള്ളാൻ പിതാവിൻ്റെ കുടുംബാംഗങ്ങൾ 50ഓളം കുടുംബാംഗങ്ങൾ പിതാവിൻ്റെ സ്വദേശമായ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇവിടെ ബോംബെയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് രൂപതയുടെ തന്നെ ARC എന്ന് പറയുന്ന സെൻറ്ററിലാണ്. അത് ബോംബെയിലെ പൻവേലിലാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത് പിതാവിൻ്റെ സഹോദരൻ കുഞ്ഞേ പങ്കിളിൻ്റെ മകള് സിസ്റ്റർ ലിൻസ് ജോസ് SABS ആണ്. SABS കാഞ്ഞിരപ്പള്ളി പ്രോവിൻസിലെ സിസ്റ്ററാണ്. സിസ്റ്റർ ബോംബെയിൽ നിന്ന് ഇന്ന് ഈ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഓർക്കുന്നു നിങ്ങൾ? ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്ന ഒരു കുടുംബാംഗങ്ങളാണ്. അച്ഛൻ പിതാവ് വൈദിക ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ ദൈവവിളി ഏറ്റെടുത്തു, സിസ്റ്റർ സന്യാസത്തിലേക്ക് ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ നിന്നാണല്ലോ വിശുദ്ധരായ മക്കൾ ഉണ്ടാകുന്നത്. സിസ്റ്ററിന് പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? എൻ്റെ ചെറുപ്പം മുതൽ, അതായത് എൻ്റെ ആദ്യ കുർബാന മുതലുള്ള നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് എന്നും ഓടിയെത്താറുണ്ട്. എൻ്റെ ആദ്യ കുർബാനയ്ക്ക് എന്നെ പ്രാർത്ഥിച്ച് ഒരുക്കി വിട്ടത് പാപ്പനാണ്. അതായത് കുർബാന സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പ് പല്ലൊക്കെ നല്ലപോലെ തേച്ച് നാക്കൊക്കെ നല്ലപോലെ വടിച്ച് വേണം ഈശോയെ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞു. അതിന് തലേദിവസം തന്നെ വന്ന് ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് സുഹൃദീപങ്ങൾ ചൊല്ലി ഈശോയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒത്തിരി ഒരുക്കുകയും ഈശോയോട് ഒത്തിരി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തത് പാപ്പനാണ്. അപ്പോൾ അച്ഛനായിട്ടുണ്ട് പിതാവ് അച്ഛനാകാൻ പോയ വർഷമാണ്, സെമിനാരിൽ പോയ സമയമാണ്. റൈറ്റ്. അപ്പം സിസ്റ്റർ ഒരു സന്യാസത്തിലേക്കൊക്കെ വരാൻ, ഈ ഒരു ദൈവവിളിയൊക്കെ തിരഞ്ഞെടുക്കാൻ ഒരു പക്ഷേ പിതാവിൻ്റെ ആ ഒരു ബോധ്യങ്ങളും ആ ഒരു പരിശീലനവും ഒക്കെ കാരണമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. പാപ്പൻ്റെ സെമിനാരി ജീവിതത്തിലെ എല്ലാ വർഷവും അവധിക്ക് 2-3 പ്രാവശ്യം വീട്ടിൽ വരുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പാപ്പനായിരുന്നു. ബൈബിള് നന്നായിട്ട് ക്ലിയറായിട്ട് വായിക്കാനായിട്ട് തലേദിവസവും രാവിലെയും ഒക്കെ ഞങ്ങളെ ഇരുന്ന് വായിച്ച് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ തെറ്റ് വരുന്നത് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു തന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പാപ്പനായിരുന്നു. പിന്നെ പ്രാർത്ഥനകളെല്ലാം ഉറക്കെ ക്ലിയറായിട്ട് ചെല്ലാനായിട്ട് പഠിപ്പിച്ചതും പാപ്പനാണ്. എല്ലാ ദിവസവും ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ആളാണ് പാപ്പൻ. പിതാവ് എനിക്ക് തോന്നുന്നു ബൈബിളിനോട് പിതാവിന് വല്ലാത്തൊരു അടുപ്പമുണ്ട്. പിതാവായിരിക്കുന്ന ഇടവകകളിലൊക്കെ സമ്പൂർണ്ണമായിട്ടും അവരെ വചനം പഠിപ്പിക്കാനും വചനത്തിലേക്ക് വരാനൊക്കെ ഒരു ശ്രമം. സിസ്റ്റർ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു മോൾഡിങ് നിങ്ങളുടെ നമ്മുടെ കുടുംബങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട്. കുടുംബാംഗങ്ങളെ അങ്ങനെ ഗൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. ചെറുപ്പമുള്ള പിള്ളേരോട് ആദ്യ കുർബാന സ്വീകരണമോ അങ്ങനത്തെ എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ വരുന്നതിന് മുമ്പ് അവരോട് പറയുന്നത്, നിങ്ങൾ ബൈബിളിൻ്റെ ഇത്ര അധ്യായങ്ങൾ ഇത്ര പ്രാവശ്യം വെച്ച് വായിച്ചിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതെന്നെ പറഞ്ഞു കേൾപ്പിക്കണമെന്ന് പറയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി. അപ്പോൾ ആ ഒരു ചൈതന്യം ഇപ്പോഴും മക്കൾ തുടരാൻ കാരണം പിതാവ് അത് ദൈവവിളി സന്യാസത്തിലേക്ക് വന്നില്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് വന്നാലും അവരൊക്കെ തുടർന്നു പോകുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. റൈറ്റ്. അതുകൊണ്ടായിരിക്കും ഇത്രയും അധികം ആളുകൾ പിതാവിനെ ഈ ഒരു ധന്യ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുമുണ്ട്. സിസ്റ്ററിൻ്റെ ഒരു ഓർമ്മയിൽ പിതാവ് ഈ ദൈവവിളി സ്വീകരിച്ച് വൈദികനായി അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് പിതാവ് നിങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ടായിരുന്നു? പിതാവ് ഉണ്ട്. പിന്നെ പട്ടത്തിന് മുമ്പും പിന്നെ അല്ലാതെ പ്രധാനപ്പെട്ട എല്ലാ അവസരങ്ങളിലും എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നും പിന്നെ നോയമ്പെടുത്തും ഉപവാസം എടുത്തും പ്രാർത്ഥിക്കണമെന്നും കുടുംബാംഗങ്ങളോട് പറയുകയും കുടുംബാംഗങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഞാൻ കേട്ടു, അതായത് ഈ സ്ഥാനാരോഹണ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയിട്ട് അല്ലേ? അങ്ങനെ കൂടി നിങ്ങളും കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു അല്ലേ? ഈ ഒരു ശുശ്രൂഷ, ഈ ഒരു നാമകരണ ചടങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ അങ്ങനെയാണ്? അതെ. ഉപവാസം എടുത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. ഈ വാണിയപ്പുരയ്ക്കൽ കുടുംബത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് ഒത്തിരി വൈദികര് സിസ്റ്റേഴ്സൊക്കെ ദൈവം ഒത്തിരി കൃപ ദൈവവിളിയിൽ തന്നിരിക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിതാവിൻ്റെ പിതാവ് 102 വയസ്സായിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് അദ്ദേഹം ഈ ഒരു ശുശ്രൂഷയിൽ അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു കുടുംബത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഇത്രയും ദൈവവിളി അല്ല, ഞാൻ മനസ്സിലാക്കിയത്തോളം കുറേ അധികം വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഈ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ടുമുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് കാണുക? അതായത് മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ചൈതന്യവും ദൈവത്തോടുള്ള സ്നേഹവുമാണ് ദൈവവിളി കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത്. വൈദികരെ ഒത്തിരി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഗ്രാൻഡ് പേരൻസിനെയും
സഹോദരങ്ങളെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എപ്പോഴും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ആദ്യം ചെയ്ത് തീർക്കണമെന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. അങ്ങനെ അവർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഏറ്റവും ആദ്യം പള്ളിയിൽ ചെല്ലുകയും പള്ളിയിലെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ഗ്രാൻഡ് പേരൻസും അവരുടെ ജ്യേഷ്ഠ അനിയന്മാരെല്ലാവരുമായിരുന്നു. അങ്ങനെയാണ് ദൈവവിളികൾ കൂടുതൽ ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു പ്രാർത്ഥന. പിതാവിന്റെ സഹോദരൻ ഒരു വൈദികനാണല്ലേ? അതെ അതെ, സഹോദരൻ ഒരു വൈദികനും ഫാദറിന്റെ ജ്യേഷ്ഠന്റെ മക്കള് 2 കുടുംബത്തിൽ നിന്ന് 2 പേര്. പിന്നെ വാണിയപുരയ്ക്ക് പിതാവിന്റെ സഹോദരിയുടെ മകളൊരു സിസ്റ്ററുണ്ട്. പിന്നെ സിസ്റ്റർ എലിസബത്ത്, DST. പിന്നെ പാപ്പന്റെ വെല്ലിച്ചാസിന്റെ അനിയന്റെ മകള് ഒരു സിസ്റ്ററുണ്ട്. അതായത് ധാരാളം സിസ്റ്റേഴ്സും വൈദികരുണ്ട് ഒരു കുടുംബം. അത് മാത്രമല്ല സിസ്റ്റർ ഉൾപ്പെടെയുള്ള ദൈവവിളി അല്ലേ? സിസ്റ്ററിന്റെ ദൈവവിളിയിലും വലിയ രീതിയിൽ പിതാവ് സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ എനിക്ക് ദൈവവിളി ഉണ്ടായത് തന്നെ ഈ പാപ്പന്റെ പ്രാർത്ഥനാ ചൈതന്യവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ കണ്ടാണ് ഞാനും ഈ ദൈവവിളി സ്വീകരിക്കുന്നത്. അപ്പോൾ എന്നെ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും എന്നെ എപ്പോഴും വന്ന് സന്ദർശിക്കാനും എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുവാനും എപ്പോഴും മുൻകൈ എടുത്തിരുന്നത് പാപ്പൻ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റി ലൈഫ് എങ്ങനെയായിരിക്കണമെന്നും പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരിക്കണമെന്നതിനെക്കുറിച്ചെല്ലാം നല്ല ബോധ്യങ്ങൾ എപ്പോഴും എനിക്ക് തന്നുകൊണ്ടിരുന്നതും പാപ്പൻ തന്നെയായിരുന്നു. സന്തോഷം. അതായത് സിസ്റ്റർ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്നാണ് ദൈവവിളി ഉണ്ടാകുന്നത്. സിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം വൈദികരെയോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ കാണിക്കുന്ന ആദരവ്, ആ ആദരവ് കണ്ടാണ് പിതാവ് ഉൾപ്പെടെ വാണിയപ്പുരയ്ക്കൽ പിതാവ് ഉൾപ്പെടെ സിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ദൈവവിളിയിലേക്ക് കടന്നു. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒരു ബോധ്യമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആ ഒരു ധന്യ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കാം. കല്യാൺ അതിരൂപതയുടെ ആദ്യത്തെ ആർച്ച് ബിഷപ്പ്, കല്യാൺ രൂപത കുടുംബത്തിൻ്റെ 3ാമത്തെ ഇടയനായി മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ സ്ഥാനാരോഹണം ചെയ്യുന്ന ധന്യമായ മുഹൂർത്തത്തിന് നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഇത് നിതിൻ ജോസ്, ഷെക്കീന ടെലിവിഷന് വേണ്ടി ബോംബെയിൽ നിന്നും.